ജിഷ കൊലക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ കസ്റ്റഡി റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. അമീറുൽ ഇസ്ലാം പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. പ്രതി അടിക്കടി മൊഴി മാറ്റുന്നതായി കസ്റ്റഡി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സംഭവ ദിവസം ധരിച്ചിരുന്ന വസ്ത്രവും ആയുധവും ഉപേക്ഷിച്ച സ്ഥലത്തെക്കുറിച്ച് പ്രതി തുടർച്ചയായി മൊഴി മാറ്റി പറഞ്ഞുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജിഷയുടെ ഘാതകൻ അമീറുൽ ഇസ്ലാം അടിക്കടി മൊഴിമാറ്റി പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നതായി കസ്റ്റഡി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സംഭവ ദിവസം പ്രതി ധരിച്ചിരുന്ന വസ്ത്രത്തെയും ആയുധത്തെയും പറ്റി ചോദിച്ചപ്പോഴാണ് പ്രതി 3 തവണ മൊഴിമാറ്റിയത്. ആദ്യ ചോദ്യം ചെയ്യലിൽ കൃത്യം നടത്തിയ ശേഷം ജോലി ചെയ്തിരുന്ന തഞ്ചാവൂരിലെ മുറിയിൽ വസ്ത്രങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അമീർ പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ വൈദ്യശാല പടിയിലാണ് വസ്ത്രവും ആയുധവും സൂക്ഷിച്ചതെന്ന് മൊഴിമാറ്റി. ആസാമിലേക്കുള്ള യാത്രാമധ്യേ ട്രെയിനിൽ വെച്ച് ആയുധവും വസ്ത്രവും എറിഞ്ഞു കളഞ്ഞതായാണ് ഒടുവിലത്തെ മൊഴി. അതുകൊണ്ട് തന്നെ സംഭവ ദിവസം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അമീറിന്റെ പല്ലിന്റെയും കാൽപാദത്തിന്റെയും മാതൃകകൾ തയ്യാറാക്കി പരിശോധനയ്ക്ക് അയച്ചു. എന്നാൽ ശാസ്ത്രീയമായ പല പരിശോധനാ ഫലങ്ങളും ലഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. കേസിന്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കണമെന്നും വിശദമായി ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കുറ്റപത്രം സമർപ്പിക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നും പ്രതിക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് ഭീഷണിയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മനഃശാസ്ത്രജ്ഞനെ അടക്കം ഉൾപ്പെടുത്തിയാണ് പ്രതിയെ ചോദ്യം ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.